മൈൻഡിനെ കുറിച്ചാണ് പറയുന്നത്. മൈൻഡ്, മനസ്സ്. നമ്മുടെ മനസ്സിൽ ഒരു ദിവസം ആവറേജ് ഒരു 50,000 ചിന്തകൾ, തോട്ട് വന്നു പോകുന്നുണ്ട്. ഒരു ആവറേജ് ആണ് പറയുന്നത്. ഒരു എന്തെങ്കിലും ഒന്ന് കണ്ടു, അതിനെപ്പറ്റി ചിന്തിച്ചു, വേറെ എന്തെങ്കിലും വരുന്നു, മാറുന്നു, അങ്ങനെ ചിന്തിച്ചിട്ട് ഇത്രയധികം തോട്ടുകൾ വരുന്നു. ഈ ചിന്തകൾ കുറച്ച് അധികം കൂടിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സംഖ്യയിലും വളരെ കുറച്ച് കൂടുകയാണെന്ന് വയ്ക്കുക, അപ്പോൾ എന്ത് സംഭവിക്കുക? അസുഖമായി മാറും അല്ലേ? ചികിത്സ വേണ്ടി വരും. പിന്നെ തോട്ടുകൾ വളരെ ഫാസ്റ്റായിട്ട് വന്ന് വരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ സംഖ്യ കൂടിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞാലും കുറഞ്ഞു വരികയാണെങ്കിൽ അതൊരു സ്റ്റേറ്റ് ആയിരിക്കും. മെഡിറ്റേഷനിലേക്കുള്ള സ്റ്റേജ് എന്ന് പറയില്ലേ, അങ്ങനെയുള്ള സ്റ്റേജിലേക്ക് എത്തിച്ചേരും. അപ്പോൾ എല്ലാ ആത്മാക്കളും, അതായത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് എന്താണ്? ശാന്തി, പീസ്. എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഏത് കൊടും ക്രിമിനലായാലും അയാൾക്കും ചിന്ത വരും, ഞാൻ കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതായത് സോളിൻ്റെ ഒരു നേച്ചറാണ് പീസ് എന്നുള്ളത്. എല്ലാതും ശാന്തി. ശാന്തി എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും മനസ്സിൽ. പിന്നെ മനസ്സിൽ കൂടുതൽ ഡിസയേഴ്സ് ഉണ്ടാവുമല്ലോ, പല ആഗ്രഹങ്ങളും വന്നുകൊണ്ടിരിക്കും. അത് നടക്കാണ്ടാവുമ്പോൾ ഒരു ഡിസപ്പോയിൻമെന്റ്, നിരാശ, അതുണ്ടാവും. നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അതിൽ കുറച്ച് സെക്സ് സീനും അതൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ളൊരു ചിന്തയായി. അത് ലിക്കർ അടിക്കുന്ന സീനാണെങ്കിൽ കാണുന്നെങ്കിൽ ടി വിയിലോ അതൊക്കെ കാണുന്നതാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ചിന്ത പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ പ്രകൃതിയിൽ എന്ത് കാണുന്നോ അതൊക്കെ നമ്മൾ അല്ലെങ്കിൽ കേൾക്കുന്നോ അതൊക്കെ നമ്മുടെ മൈൻഡിനെങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതിനെപ്പറ്റി ആയിരിക്കും ചിന്ത. പെട്ടെന്ന് നമ്മളെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കും. അതായത് നമുക്ക് ഈ മൈൻഡിനെ കൺട്രോൾ ചെയ്യാന്ന് പറയില്ല, കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു വേർഡ് ഒരു സ്യൂട്ടബിൾ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ട്രെയിൻ ചെയ്യാം എന്ന് പറയാം. അതായത് നമ്മൾ കാണുന്നില്ല, ഇത്രയും വലിയൊരു ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. വലിയ സിറ്റികളിലൊക്കെ 60-70 നിലയുള്ള ബിൽഡിങ്ങുകളൊക്കെ. അതൊക്കെ ഒന്നോ രണ്ടോ ദിവസം, ഒരാഴ്ച കൊണ്ടോ ഉണ്ടായതല്ല. ആദ്യം ആരെങ്കിലും ഒരാൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു, എനിക്കിങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം. പിന്നെ അയാൾ ഒരു ആർക്കിടെക്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആർക്കിടെക്റ്റ് പിന്നെ ആദ്യം അതിനൊരു ഫസ്റ്റ് കൺസെപ്റ്റ് ഉണ്ടാക്കും, ഇങ്ങനെ ആയിരിക്കും. അതിനുശേഷം ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടാവും. പിന്നെ അത് ഫൈനൽ ചെയ്യും. പിന്നെ സ്കീമാറ്റിക് സ്റ്റേജിലേക്ക് പോകും. അഗെയിൻ കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഡിസൈൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അതിൻ്റെ. അതിനുശേഷം വേറെയും കുറേ കൺസൾട്ടൻസിന് വേണ്ടി വരും. പിന്നെ കുറേ അപ്രൂവൽസ് വേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് 10,000-2000 വർക്കേഴ്സ് വേണ്ടി വരും. അവരൊക്കെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഒരു 5 വർഷത്തിന് ശേഷമാണ് ഒരു 60 നിലയുള്ള ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി വരുന്നത്, കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. 5 വർഷം, ആദ്യം ചിലപ്പോൾ അതിൽ കൂടുതലെടുക്കും. അപ്പോഴാണ്. അപ്പോൾ അത് എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്, പ്രോപ്പർ പ്ലാനിങ് ഉണ്ട്, ഓക്കെ, ഡിസയർ ഉണ്ട്, എനിക്ക് വേണം എന്നുള്ള ഒരു ചിന്ത. അതുമൂലമാണ് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ അപ്പം നമ്മൾ നമ്മുടെ മൈൻഡിനെയും ഇങ്ങനെ ട്രെയിൻ ചെയ്യണം. അപ്പോഴേ നമുക്ക് ആ നല്ലൊരു ലെവലിലേക്ക് വരാനും നമ്മുടെ ചിന്തകളെ കുറച്ചുകൊണ്ട് ഒരു നല്ലൊരു അനുഭൂതിയിലേക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ജീവിക്കാനും പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ആദ്യം അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈൻഡിനെ കുറേശ്ശെ ക്ലീൻ ചെയ്യണം. ക്ലട്ടർ ക്ലീനിങ് നമുക്ക് പറഞ്ഞല്ലോ, ഒരു 2 അതേപോലെയൊക്കെ ചെയ്തതിന് ശേഷം ഒരു ചില്ല് ഗ്ലാസ്സിൽ കുറച്ച് അഴുക്കുള്ള വെള്ളം വയ്ക്കുകയാണെന്ന് വയ്ക്കുക, നിറച്ച് വയ്ക്കുക. അതിലേക്ക് ക്ലീൻ ആയിട്ടുള്ള വെള്ളം ആദ്യം കുറേശ്ശായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക. 1 ഗ്ലാസ് ഒഴിച്ചു, 2 ഗ്ലാസ് ഒഴിച്ചു, അതിലേക്ക് തന്നെ വീണ്ടും ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ പല ഗ്ലാസ്സുകൾ ഒഴിക്കുമ്പോൾ അതിലുള്ള അഴുക്കൊക്കെ മാറി ക്ലീൻ ആയിട്ടുള്ള വെള്ളമായിട്ട് വരുന്നത് കാണാൻ പറ്റും ഇല്ലേ? 4-5 ഗ്ലാസ്സൊക്കെ ഒഴിക്കുമ്പോഴേക്കും അതുപോലെ ക്ലീൻ ആവും. അതുപോലെ മനസ്സും അങ്ങനെയാണ്. കുറച്ചൊരു ഡെറ്റ് ഉണ്ടെങ്കിൽ കുറേശ്ശെ ആയിട്ട് മെഡിറ്റേഷനിൽ കൂടിയും നല്ല കാര്യങ്ങൾ ചിന്തിച്ചും പോസിറ്റീവായും നമുക്കത് മാറ്റാൻ പറ്റും. അതിന് കുറച്ച് സമയമെടുക്കും.
അത് നമ്മുടെ കർമ്മങ്ങൾ നമ്മളെത്തിണ്ടോ, എത്രയും നമ്മൾ മനസ്സിനെ ദൂഷ്യമാക്കി വെച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ സമയം നീളും. പിന്നെ നമ്മുടെ പരിശ്രമത്തിൻ്റെ, നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നു അത് അനുസരിച്ചിരിക്കും. നമ്മൾ ഇതിലിപ്പോൾ പലകളും ഇപ്പോൾ ആരും ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഉപവാസം എടുക്കാറുണ്ട്, വ്രതം ഇല്ലേ? അതൊക്കെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റെപ്പാണ് ചെയ്യുന്നത്. മുസ്ലിംസിനുണ്ടല്ലോ റംസാൻ വ്രതം എടുക്കുന്ന ഒരു മാസം, ഫാസ്റ്റിംഗ്, ഇതൊക്കെ അതൊക്കെയാണ് മൈൻഡിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടായിരിക്കും തീർച്ചയായും. അപ്പോൾ നമ്മൾ മെഡിറ്റേഷനൊക്കെ പഠിക്കുക കണ്ടുകൊണ്ട്. ഈ ചാനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറേശ്ശേരി പഠിക്കാം മെഡിറ്റേഷൻ. ആദ്യമേ തുടങ്ങാം 1-2 മിനിറ്റ്, 5 മിനിറ്റ്, പിന്നെ കുറേശ്ശെ 10-15 മിനിറ്റ് വരെയും ചെയ്യാം, അതിലും കൂടുതലും ചെയ്യാം, എത്ര വേണമെങ്കിലും. അങ്ങനെ നമ്മൾ നമ്മുടെ മൈൻഡിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, ഈ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന, അതിന് മങ്കിയുടെ സ്വഭാവം, കുരങ്ങൻ്റെ സ്വഭാവമുള്ള നമ്മുടെ മനസ്സിനെ ഒരു യോഗീയുടെ മൈൻഡാക്കി നമുക്ക് എടുക്കാൻ പറ്റും. മങ്സ് മൈൻഡ്. ഓക്കെ, അതിലൂടെ നമുക്ക് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഹാപ്പിനെസ് ഈസ് ഫസ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതല്ലാതെയും വളരെയധികം കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഇത്രമാത്രം. ഇനി അടുത്ത തവണ സന്ധിക്കും വരെ വണക്കം. ശുക്രിയ. താങ്ക് യു.